നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇത് സുനാമിയാണ്. ഈ സുനാമിയാണ്. അടിഞ്ഞ് തകർന്നു. മാത്രമല്ല ഈ ഇപ്പൊ തന്നെ എം വി ജയരാജൻ സംസാരിച്ചു. എന്ത് പറയും, എന്ത് പറയും? അതായിരുന്നു അതിന്റെ പ്രശ്നം. ഗോപി, എനിക്ക് തോന്നുന്നതേ ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം, ശക്തമായ ഒരു പിണറായി വിരുദ്ധ വികാരം കൂടി അലയടിച്ചതാണ്. കാരണം ഇത് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഒരു തിരുത്തൽ ശക്തി പോലെ പാർട്ടിക്ക് എതിരെ അല്ലെങ്കിൽ പാർട്ടിയുടെ പരാജയം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വോട്ടെണ്ണൽ ദിനത്തിൽ അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2-3 പ്രധാനപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങൾക്ക് ഇന്നത്തെ വോട്ടെണ്ണൽ ദിനം സാക്ഷിയായി എന്നതാണ്. ഒന്ന്, ഇടതുമുന്നണി ഏറ്റവും വലിയ ഒരു പരാജയത്തിലേക്ക് അവർ കുപ്പുകുത്തി. രണ്ടാമത്തെ കാര്യം, തീരെ അപ്രതീക്ഷിതമായ വലിയ വമ്പൻ വിജയങ്ങളുണ്ടായി. ഇടതുമുന്നണിയുമായി പിണങ്ങിപ്പോയവരുടെ വിജയം പാർട്ടിക്കൊരു തിരുത്തൽ പോലെ സൂചിപ്പിക്കുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ കുറച്ച് മണിക്കൂറെങ്കിലും അദ്ദേഹം പുറകിൽ പോയ സാഹചര്യം, ഇതൊക്കെ വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ പരിശോധന ആവശ്യപ്പെടുന്നുണ്ട്. UDF-ന്റെ വമ്പൻ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുകയാണ് കേരളം. അതോടൊപ്പം തന്നെ NDA സംബന്ധിച്ച് അവരൊരു ചരിത്ര നേട്ടത്തിലേക്ക് കടക്കുന്നു. 3 പ്രതിനിധികളെയാണ് NDA നിയമസഭയിലേക്ക് അയക്കാൻ പോകുന്നത്. കേരളത്തിന്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ പോകുന്ന ജനവിധിയാണ് ഉണ്ടായിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ച്, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ആത്മപരിശോധനയ്ക്ക് വഴിയൊരുക്കുന്ന, അവർക്ക് തിരുത്തലിന് സാധ്യതയൊരുക്കുന്ന താക്കീത് നൽകിയിരിക്കുന്ന ജനവിധി ഇതൊരു രാഷ്ട്രീയ പാഠമാണ്, ഉറപ്പായിട്ടും. കാരണം എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും തമിഴ്നാട്ടിലും തകർത്തു. കാര്യം ജനങ്ങളെ വിസ്മരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ തൂക്കി അടിച്ചു കളയും. 50 വർഷം ഇളക്കം നട തളിപ്പറമ്പിൽ പാളി, പുതുമയിൽ പാളി, തൃക്കരിപ്പൂരിൽ പാളി, പയ്യന്നൂർ പാളി. പയ്യന്നൂർ ഉരുക്കാണ്. പത്തനാപുരത്ത് പാളി. ഞാൻ പറഞ്ഞത് ഈ പയ്യന്നൂരൊക്കെ നമ്മൾ പ്രജനോട് ചോദിച്ചറിയാം. ഉരുക്ക് കോട്ടയാ. ഒരു കാലത്തും ഇളകാത്ത ഉരുക്ക് കോട്ടയിൽ പൊളിഞ്ഞെങ്കിൽ നാട്ടിലുള്ള ഒരു സഖാവിനോട് പറഞ്ഞ എന്താ അറിയോ? പാർട്ടി തോറ്റു, പാർട്ടിക്കാർ ജയിച്ചു എന്നാ പറഞ്ഞത്. പാർട്ടി തോറ്റു, പാർട്ടിക്കാർ ജയിച്ചു. അതിനർത്ഥം എന്താണ്? പയ്യന്നൂരിൽ പാർട്ടിക്കാർ വോട്ട് ചെയ്ത് ഇറക്കിയതാണ്, തളിപ്പറമ്പിൽ പാർട്ടിക്കാർ വോട്ട് ചെയ്ത് ഇറക്കിയതാണ്. അപ്പൊ പാർട്ടിയുടെ ഈ പോക്കിൽ അവിടുത്തെ അവരുടെ ഓൺ പാർട്ടിക്കാർക്ക് ഹൃദയം വേദനിച്ചു, ഇറക്കാൻ തീരുമാനിച്ചു, ചെവിക്ക് പിടിച്ച് താഴെ ഇറക്കിയതാണ് കണ്ണൂർ കണ്ട കാഴ്ച. ബാക്കി എല്ലാ സ്ഥലങ്ങളും കാണുന്നത് ഈ പറയുന്ന പാർട്ടിക്കാർ കൊടുത്ത താക്കീതാണ്. കറക്റ്റ് ആയിട്ടും എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർ തിരിഞ്ഞുകുത്തി. അവിടെ ഈ ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം എല്ലാം കൂടെ ആഞ്ഞടിച്ചപ്പോഴേക്കും ഇത്രത്തോളം മാരകമായ റിസൾട്ട്. 103. ഇവിടെ രണ്ട് നേതാക്കൾ, ഒന്ന് VD സതീശ്, ഒന്ന് പിണറായി വിജയൻ. VD സതീശ് കൃത്യമായി തന്നെ പറഞ്ഞു 100 സീറ്റിലധികം നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് ആദ്യമേ പറഞ്ഞു. ഏതാണ്ട് അക്ഷരം പ്രതി അച്ചട്ടായി തന്നെ സംഭവിക്കുന്നു. രണ്ടാമത്തെ നേതാവ് പിണറായി വിജയൻ 2ാം ഊഴത്തിൽ അദ്ദേഹം മുഖ്യമുഖമായി അമ്പേ പരാജയം.